സദസ്സിൽ വേദി പങ്കിടാൻ ഭാഗ്യമായി കരുതുന്നു. കാരണം സ്വാമിമാരുടെയും നമ്മുടെ തമിഴ്നാട്ടിലെ നമ്മുടെ നാരായണീയ കൂട്ടായ്മ ശ്രീ നാരായണഗുരുവിന്റെ അനുഗ്രഹത്തോടുകൂടി ഈ വേദിയിൽ പ്രസംഗിക്കുകയാണ്. നമ്മുടെ സ്വാഗത പ്രസംഗം നടത്തിയ ഇളങ്കോ സാർ, അതുപോലെ തന്നെ നമ്മുടെ ശിവഗിരി പീഠത്തിൻ്റെ പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമി അവർ, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ വന്നിരിക്കുന്ന നമ്മുടെ എല്ലാമായ മനോജ് തങ്കരാജ് സാർ, അതുപോലെ ശ്രീമദ് സ്വാമി നിത്യാനന്ദ സ്വാമികൾ, ശ്രീമദ് സ്വാമി വീരേശ്വരാനന്ദ സ്വാമികൾ, ശ്രീ കോട്ട ശ്രീനിവാസ പൂജാരി എം പി സ്വാമികൾ, അതുപോലെ ബൈജു ഗോപാലൻ സാർ, ഡോക്ടർ തമിഴ്മണി, അതുപോലെ തന്നെ ശ്രീ നാരായണഗുരു തമിഴ് പേരവെപ്പിൻ്റെ ചെയർമാൻ ഡോക്ടർ പടക്കാട് രവീന്ദ്ര സാർ, ശ്രീമദ് സ്വാമി വിശ്വനാഥ സ്വാമി, ഇവിടെ ഞങ്ങൾ തമിഴ്നാട്ടിൽ വന്നിരിക്കുന്ന പല ജില്ലകളിലും വന്നിരിക്കുന്ന നമ്മുടെ ഗുരുഭക്തന്മാർ, ഈ നാരായണ പ്രസ്ഥാനം തമിഴ്നാട്ടിൽ ശ്രീ നാരായണഗുരുവിന്റെ പേരിൽ തമിഴ്നാട്ടിൽ മിക്കവാറും എല്ലാ ജില്ലകളിലും നിന്ന് 40ഓളം സംഘടനകൾ നാരായണ ഗുരുവിന്റെ പേരിൽ നിന്ന് അവിടെ തുടങ്ങിയ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നീലഗിരി ഡിസ്ട്രിക്റ്റിൽ മസനഗുഡി മുതൽ പന്തലൂർ, ഊട്ടി, കുന്നൂർ, കോത്തഗിരി, കോയമ്പത്തൂർ ജില്ലയിലെ വേട്ടുപാളയം, കോയമ്പത്തൂർ, കുനിയമ്പത്തൂർ, മതക്കര, മലമച്ചമ്പട്ടി, കിണക്കടവ്, പൊള്ളാച്ചി, ആനമല, വാൽപ്പാറ, തിരുപ്പൂർ ഡിസ്ട്രിക്റ്റിൽ തിരുപ്പൂർ, ഉടുമലൈ, ദിണ്ടുക്കൽ ഡിസ്ട്രിക്റ്റിൽ ദിണ്ടുക്കൽ, പഴനി, കൊടൈക്കനാൽ, അതേപോലെ തന്നെ മധുരൈ ഡിസ്ട്രിക്റ്റിൽ താമരപ്പട്ടി, മലയാളക്കമ്പട്ടി, അതുപോലെ കന്യാകുമാരി ഡിസ്ട്രിക്ട്, ഈരോട് ഡിസ്ട്രിക്റ്റിൽ ഈരോട്, പെരുന്തുറൈ, അതുപോലെ സേലം, നാമക്കൽ ഡിസ്ട്രിക്റ്റിൽ നാമക്കൽ, സേലം, നെയ്വേലി, ഒസൂർ, തിരുച്ചി, ചെന്നൈ, എല്ലാ മേഖലകളിലും നാരായണഗുരുവിന്റെ പേരിൽ സംഘടനകൾ രൂപീകരിച്ച് തമിഴ്നാട് മുഴുവനും ഇന്ന് സംഘടന നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലുപരി ഇവിടെ ഇരിക്കുന്ന സ്റ്റേജിലിരിക്കുന്ന മന്ത്രി നമ്മൾക്ക് എല്ലാവിധ സഹായങ്ങളും ഈ 3 വർഷം കൊണ്ട് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ 3 താലൂക്കിന് നമുക്ക് കഴിഞ്ഞ വർഷം ഗുരുജയന്തിക്ക് ലീവ് വാങ്ങി തരികയുണ്ടായി. അത് മാത്രമല്ല, ബാക്കിയുള്ള 3 താലൂക്കിന് ഈ വർഷം നമുക്ക് ലീവ് വാങ്ങി തരേണ്ടതായിരുന്നു. മുഖ്യമന്ത്രി ആ സമയത്ത് വെളിനാട്ടിൽ പോയ കാരണം അത് കിട്ടിയില്ല. അപ്പോൾ മന്ത്രി പറഞ്ഞു, ഉറപ്പായിട്ട് അടുത്ത വർഷം ആ കന്യാകുമാരിയിലെ 3 താലൂക്കിനും, കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിനും, നീലഗിരി ഡിസ്ട്രിക്റ്റിനും, തിരുപ്പൂർ ഡിസ്ട്രിക്റ്റിനും, ചെന്നൈ ഡിസ്ട്രിക്റ്റിനും നമുക്ക് നാരായണഗുരു ജയന്തിക്ക് ഉറപ്പായി നമുക്ക് ലീവ് വാങ്ങിത്തരാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് മന്ത്രി നമ്മൾ. അത് മാത്രമല്ല, നമ്മുടെ മന്ത്രി നമുക്ക് പറഞ്ഞിരിക്കുന്നത് തമിഴ്നാട്ടിൽ നാരായണഗുരു സ്വാമിയുടെ മണിമണ്ഡപം ഗുരുമന്ദിരം ഞങ്ങൾ തമിഴ്നാട് ഗവൺമെന്റ് വകയായിട്ട് കെട്ടിത്തരാം എന്ന് നമ്മുടെ പറഞ്ഞിട്ടുണ്ട്. അതും അതിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തമിഴ്നാട് യൂണിവേഴ്സിറ്റിയിൽ PhD സ്പോർട്സ് ഗുരുവിന്റെ ജീവചരിത്രം ഉൾപ്പെടുത്താൻ നമ്മുടെ മന്ത്രി 6 മാസമായി അതിന് പണി തുടങ്ങി പിന്നിലിരിക്കുക. തമിഴ്നാട് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ഇതെല്ലാം നമുക്ക് കിട്ടിയ വലിയ അംഗീകാരങ്ങൾ. അത് മാത്രമല്ല, തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ സമുദായമായ കൗണ്ടർ സമുദായം, ABT മഹാലിംഗം കൗണ്ടർ, മഹാലിംഗം എന്ന് പറയുന്ന കൗണ്ടർ സമുദായം, ഒരു പൊള്ളാച്ചിയിൽ തമിഴ്സൈ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന 65 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുക. അതിന്റെ പ്രസിഡന്റായിട്ട് ഒരു മകൻ മാണിക്യ സാറും, ഇന്ന് ഇവിടെ ശിവഗിരി തീർത്ഥാടനത്തിന് വന്നിരിക്കുന്ന മുൻ MLA M ഷൺമുഖ സാറും സെക്രട്ടറി ആയിരിക്കുന്ന സംഘടനയാണ് തമിഴ്സൈ സംഘം. ആ സംഘടന നമ്മുടെ നാരായണീയർക്ക് വേണ്ടിയും തമിഴ്നാട്ടിലുള്ള ഗുരുഭക്തമംഗൽ തമിഴ്നാട്ടിലെ ഗുരുവിനെ പറ്റി അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവിന്റെ നാടകം ഡിസംബർ 26 വെള്ളിയാഴ്ച പൊള്ളാച്ചിയിൽ തമിഴ് നാടകം അവതരിപ്പിക്കുകയുണ്ടായി. അത് ഏറ്റവും വലിയ ഡയറക്ടർ തമിഴ്നാട്ടിൽ മാലി എന്ന് പറയുന്ന ഡയറക്ടർ ആ നാടകം പൊള്ളാച്ചിയിൽ അവതരിപ്പിച്ചു. 30 പേർ പങ്കെടുക്കുന്ന സംഘമായിരുന്നത്. പൊള്ളാച്ചിയിൽ എല്ലാവരും ആ നാടകം കണ്ട് എല്ലാ സമുദായക്കാരും ഗുരുവിനെ നമ്മൾ കാണണം. ശിവഗിരി
തന്നെ ഇവിടെ വന്നിരിക്കുന്ന സംഘടനയിൽ ഒരുപാട് സംഘടനാ ഭാരവാഹികളുണ്ട്. അതിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കന്യാകുമാരിക്കാർ ഈ വർഷം നമുക്ക് മരുത്തോമലയിൽ നമ്മുടെ മന്ത്രി എല്ലാ സൗകര്യങ്ങളും നമ്മുടെ പേരവെപ്പിന്റെ സാർ നിർദ്ദേശം പറഞ്ഞിരുന്നു. അവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതിന് മരുത്തോമലുള്ള സ്വാമി എന്നെ വിളിച്ച് നമ്മുടെ കന്യാകുമാരി ദിലീപ് സാറും അടുത്ത് എന്നെ വിളിച്ച് പറഞ്ഞു നമുക്ക് വേണ്ട കൽപ്പനകൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ദിലീപ് സാറിന്റെ മന്ത്രിനെ ബന്ധപ്പെട്ടു. മന്ത്രി ഡിസ്ട്രിക്ട് കളക്ടറായിട്ട് വിളിച്ച് സംസാരിച്ച് ഇന്നിപ്പോ നമ്മൾ ഈ നടക്കുന്ന നമ്മുടെ ഈ തീർത്ഥാടനത്തിന്റെ ഭാഗമായി മരുത്തോമലയിൽ പോകുന്ന ഭക്തന്മാർക്ക് അവിടെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, പഞ്ചായത്ത് അത്ര പേരും അവിടെ ഈ 10 ദിവസം ക്യാമ്പ് പിടിച്ചുകൊണ്ട് വരുന്ന എല്ലാ സൗകര്യങ്ങളും വരുന്ന ഭക്തജനങ്ങൾക്ക് അവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പ്രവർത്തനം. അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രോത്സാഹനം നമുക്ക് തന്നത് നമ്മുടെ മന്ത്രിയാണ്. കാരണം മന്ത്രിയായിട്ട് എപ്പോൾ സംസാരിച്ചാലും നമ്മളെക്കാളും ഗുരുവിനെ പറ്റി ഏറ്റവും കൂടുതൽ അറിഞ്ഞോളം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയാണ് സ്റ്റേജിലിരിക്കുന്ന മനോഹരമായ സാധനങ്ങൾ. എത്ര പറഞ്ഞാലും മതിയായിരുന്നു. ഗുരുവിനെ പറ്റിയല്ല നമ്മൾ പഠിച്ചതിനേക്കാളും കൂടുതൽ പഠിച്ച് ഇന്ന് പോകുന്നിടത്തെല്ലാം ജനങ്ങളെടുത്ത് പ്രചരിപ്പിക്കുന്നുണ്ട്. ഇന്ന് അതുപോലെ തന്നെ തമിഴ്നാട്ടിലുള്ള എല്ലാ മന്ത്രിമാരും MLA-മാരും ഏത് സ്റ്റേജ് കിട്ടിയാലും ഗുരുവിന്റെ ഒരു വാക്കെങ്കിലും അവിടെ പറയാതെ പോകുന്നില്ല. ആ സ്ഥിതിക്ക് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വളർന്നു വന്നു കഴിഞ്ഞു. എല്ലായിടത്തും എത്ര വലിയ അംഗീകാരം നമുക്ക്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന സ്റ്റേജിലിരിക്കുന്ന ഡോക്ടർ ടി.പി. രവീന്ദ്രൻ സാർ ഞങ്ങളുടെ സംഘടനാ ചെയർമാനാണ്. കൊടൈക്കനാലിൽ ഹാർട്ട് ഓഫ് സിറ്റി കൊടൈക്കനാലിൽ 10 സെന്റ് സ്ഥലം ഗുരുമന്ദിരം പണിയാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്ന വ്യക്തിയാണ് ഡോക്ടർ രവീന്ദ്രൻ സാർ അവർ. അപ്പൊ നമ്മളെ ഗുരുവുമായി നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നല്ല നിലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ വരുന്ന 4-ാം തീയതി ഈ കോയമ്പത്തൂർ മലമച്ചമ്പട്ടി പറഞ്ഞ സംഘടന ഗുരുവിന്റെ പേരിൽ മെഗാ ക്യാമ്പ് നടത്താൻ, മെഡിക്കൽ ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചിരിക്കുക. കോയമ്പത്തൂർ ഫേമസ് ആയിട്ടുള്ള കോവയമണി KG ഹോസ്പിറ്റലിന്റെ സപ്പോർട്ടോടുകൂടി മലമച്ചമ്പട്ടിയിൽ മെഡിക്കൽ ക്യാമ്പ് നടത്താം. അപ്പോ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഈ വേദി പങ്കിട്ടതിൽ എല്ലാ ഈ വേദി ഞങ്ങൾക്ക് തന്നതിലെല്ലാ സ്വാമിമാർക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള ഭാരവാഹികൾക്കും അതുപോലെ നമ്മുടെ വന്നിരിക്കുന്ന തമിഴ്നാട്ടിൽ വന്നിരിക്കുന്ന നമ്മുടെ നാരായണർക്കും ഭക്തർക്കും എല്ലാവർക്കും ഈ ശ്രീനാരായണ ഗുരു തമിഴ്